ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തേത് ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാമെന്ന്. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക. നമ്മളിപ്പോൾ ഇന്നൊരു റിസോർട്ടിൽ പോവാണ്. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്രയും മെസ്സ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോകാൻ റെഡി ആകുമ്പോൾ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അധികം വായിച്ചടിക്കുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയറും പരിപാടിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഞാൻ വിറ്റമിൻ സിൻ്റെ സെറം ഇട്ടു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ നല്ലോണം പൊത്തിയിട്ടുണ്ട്. കാരണം നട്ടുച്ചയ്ക്കാണ് പോണത്. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാനൊരു 2-3 hours കഴിയുമ്പോൾ പിന്നെ റീഅപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെയിലി മേക്കപ്പ് സഞ്ചി. ഞാനപ്പോൾ ആദ്യം കൺസീലർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കൺസീലർ തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇത് സൂപ്പർ സ്റ്റേ മെബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വന്നിട്ട് 312. ഇത് പക്ഷേ എൻ്റെ ഷെയ്ഡ് അല്ല. എനിക്ക് റേഞ്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ഇത് ഷെയ്ഡ് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡാണ്. പക്ഷേ ഇത്രയും സാധനം ഇത്രയും വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഉപയോഗിക്കും. ഇത് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, ഞാനൊരു ലൈറ്റർ ഷെയ്ഡുള്ള ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഈ ഒരു ട്യൂബ് ടൈപ്പിൽ വരുന്ന ഒരു ഫൗണ്ടേഷനും കൂടെ മെബ്ലിൻ്റെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ കുറച്ച് ലൈറ്റർ ഷെയ്ഡും ഇതെൻ്റെ കുറച്ച് ഡാർക്കർ ഷെയ്ഡുമാണ്. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ അബദ്ധം പറ്റുവാണെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കുറച്ചുകൂടി പോയിട്ടുണ്ട് പ്രോഡക്റ്റ്, കുഴപ്പമില്ല. ഇനി ഇത് രണ്ടുകൂടെ ഞാൻ മിക്സ് ചെയ്യും. ഈ ആദ്യം കാണിച്ച സൂപ്പർ സ്റ്റേൻ്റെ ഫൗണ്ടേഷൻ ഇല്ലേ, അത് നല്ല കവറേജ് വരുന്ന സാധനമാണ്. ഈ ട്യൂബ് ഒരു മീഡിയം കവറേജ്, ആദ്യത്തെ നല്ല ഫുൾ കവറേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് ഡോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറച്ച് അധികം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്ര ആവശ്യം വരില്ല കേട്ടോ, കുറച്ചൊക്കെ ഇട്ടാൽ മതി. പിന്നെ നെക്ക് മറക്കരുത്. ഇനി നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ്. സാറില്ല, അങ്ങനെ പല പ്രതിസന്ധികളും നമ്മളൊരു പണിയെടുക്കുമ്പോൾ ഉണ്ടാവും. ഒന്നും കാര്യമാക്കരുത്, ശരി, സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ്റെ പരിപാടി കഴിഞ്ഞു. കണ്ണിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക, കാരണം എനിക്ക് എപ്പോഴും ശരിയായിട്ടില്ല. അപ്പം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ കൺസീലർ കാണുന്നില്ല, അതുകൊണ്ട് ബ്ലഷ് ഇടാം. ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടാട്ടോ കോമ്പാക്റ്റ് ഇടാം. എന്നുവെച്ചാൽ ഓരോ സമയത്ത് ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി ഞാൻ ബ്ലഷ് ഇടാം. എന്തായാലും ഈ ബ്ലഷിനോട് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആവുന്നൊരു സാധനമാണ് ബ്ലഷ്. ഇതുണ്ടോ, ഇതൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ മക്കള്. ഇവിടെ കറക്റ്റ് ആ ബ്ലൂ തന്നെ ഇട്ട് നല്ലൊരു ഷെയ്ഡായിരുന്നു, നല്ല ഷിമ്മറി ഷെയ്ഡായിരുന്നു. പക്ഷെ അത് പോയി പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ബ്ലഷ് ഇടാം. ഈ ഒരു ഇച്ചിരി ഒരു ഡാർക്കർ ഷെയ്ഡുണ്ട്, പിങ്ക്, അതാണ് ഇടുന്നത്. ഈ വെയിലത്തിറങ്ങുമ്പോൾ ഇതിന് ഇത്ര ആർഭാടത്തിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലൊരു സമാധാനത്തിന് ഇനി ഇത് നമ്മൾ ഈ ബ്ലെൻഡർ വെച്ചിട്ട്, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ബ്ലഷ് ഇടുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ ചിരിച്ചു കൊടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ബ്ലഷ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള പോലെ തോന്നും, പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടല്ല ഞാൻ കോമ്പാക്ട് ഇടുന്നത്, അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പാക്ട് ഏറ്റവും അവസാനം ലാസ്റ്റ് പരിപാടിയായിട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കുറേ പേരൊക്കെ സാധാരണ കോമ്പാക്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ബ്ലഷ് ഇടാറ്. അത് കുറച്ചുകൂടെ പൗഡർ ആയിട്ടുള്ള ബ്ലഷ് പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇടാം. സോ കോമ്പാക്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഫേസസ് കാനഡേൻ്റെ ഈ കോമ്പാക്റ്റ് ആണ്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയൊരു സാധനമാണ്, പിന്നെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ ഒന്നെങ്കിൽ ലാക്മേ ഇല്ലെങ്കിൽ മേബ്ലിനാണ് ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള നല്ല അടിപൊളി, നല്ല ലുക്ക് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. പക്ഷെ 158 രൂപ ഇതിൻ്റെ വിലയുള്ളൂ. ഈ അടുത്ത് കുറേ സെയിൽ ഉണ്ടായിരുന്നില്ലേ, നൈക്കയിലും പേർപ്പിളിലോ ഒക്കെ സെയിൽ ഉണ്ടായിരുന്നു. ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് തരും. എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓയിലി ആയിക്കൊണ്ടിരിക്കും. വേർപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വേർത്തോണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സൈസ് സ്കിന്നാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു കോമ്പാക്റ്റ് ആണിത്. നല്ല മാറ്റ് ഫിനിഷ് തരും, പക്ഷെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. സോ നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാം. നമ്മൾ കോമ്പാക്ട് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരയ്ക്കാൻ നിൽക്കരുത്, ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ കേട്ടല്ലേ. അപ്പോൾ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേ നാളായിട്ടോ ത്രെഡ് ചെയ്തിട്ട്, എന്താ അറിയത്തില്ല, എനിക്ക് ത്രെഡ് ചെയ്യാൻ തോന്നുന്നില്ല. അതിന് പകരം ഞാൻ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കും. അതിന് കാര്യമായിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, അത്രേ ചെയ്യത്തുള്ളൂ. എന്താ അറിയത്തില്ല, ഐബ്രോ ത്രെഡ് ചെയ്യാൻ തോന്നുന്നില്ല. അതങ്ങ് വളർന്നോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടേക്കുവാണ്. പക്ഷെ ഒരു ഇച്ചിരി വൃത്തിയോടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം തൽക്കാലം നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതും ഫേസ് കാനഡേൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പം നിങ്ങൾ ഐബ്രോ പെൻസിൽ എടുക്കുമ്പോൾ എപ്പോഴും ബ്രൗൺ ചൂസ് ചെയ്യുക, ബ്ലാക്ക് എടുക്കരുത്. ബ്ലാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ പിരിവൊക്കെ എഴുതി കൊടുക്കില്ല, അതുപോലെ ബ്ലാക്ക് നല്ല കറുത്ത് അങ്ങനെ ഇരിക്കും. അപ്പം ഇത് പക്ഷേ ഒരു ഫില്ല് ചെയ്തിട്ട് ഒരു കുറച്ചൊരു നാച്ചുറൽ ലുക്ക് വരും ബ്രൗൺ ആകുമ്പോൾ. അപ്പം ഇതിന് ഇവിടെ ഒരു സ്പൂലി വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആദ്യം. മേക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇപ്പം തന്നെ വേർക്കാൻ പറയും. ഇനി ഒന്ന് ചുമ്മാ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലില്ലേ ഈ ഐബ്രോ തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ട് വരച്ച് തുടങ്ങരുത്. ബിഗിനേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പം ഞാൻ കാര്യമായിട്ട് വരയ്ക്കുന്നില്ല, ഒന്ന് ഫില്ല് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. ഈ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി വരച്ചു കൊടുക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ആയി കിട്ടും. ഇനി ഞാൻ ഐലൈനർ ഒന്നും ഇടുന്നില്ല, കാരണം നമുക്ക് പൂളിലൊക്കെ ഇറങ്ങേണ്ടതാണ്. അപ്പം മസ്കാര വെച്ചിട്ട്, ഇത് വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. മസ്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐലാഷസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാവർക്കും അറിയാലോ, മേബ്ലിൻ്റെ കൊളോസൽ മസ്കാര. നമ്മുടെ ഐലാഷസിനൊക്കെ ഭയങ്കരമായിട്ട് ലെങ്ത് വരുന്ന ഒരു മസ്കാര, അടിപൊളി മസ്കാര ഇത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു ഓയിൽ മെസെല്ലാർ വാട്ടർ ഇല്ലേ, നിൽക്കുക എൻ്റെ അടുത്തുണ്ട്, ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് ചേർന്നു. ഇതില്ലേ, ഈ സാധനം തന്നെ വാങ്ങുവാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. മറ്റേ സാധാരണ വരുന്ന മെസെല്ലാർ വാട്ടർ ഇല്ലേ, ഗാർണിയറിൻ്റെ തന്നെ റോസ് കളർ, അതിൽ പോകാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഐ ഷാഡോ. ഇത്രയ്ക്ക് ആർഭാടത്തിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് കുറച്ചുകൂടി സമയമുണ്ട്, അപ്പം വെറുതെ ഇരിക്കേണ്ടത്, നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇത് സുഡിയോന്ന് വാങ്ങിയൊരു ഐ ഷാഡോ പാലറ്റാണ്. ഞാനെടുത്ത ബ്ലഷ് ഇല്ലേ, ഇതും ശരിക്കും ബ്ലഷ് അല്ല, ഇത് ശരിക്കും ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഞാൻ ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇതിൽ കുറേ കൂടെ വൈബ്രൻറ്റ് കളേഴ്സാണ്. ഇങ്ങനെ പാർട്ടി ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേ അത് ഉപയോഗിക്കാറുള്ളൂ. ഒരു ഡെയിലി വെയറിനൊക്കെ ഇതിടും, പക്ഷേ ഇതെന്ന് വെച്ചാൽ ഡെയിലി ഞാൻ ഐ ഷാഡോ ഇടാറൊന്നുമില്ല. എന്നാലും ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ കാഷ്വലായിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഐ ഷാഡോ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഷെയ്ഡാണ് എടുക്കുന്നത്, ഒരു ലൈറ്റ് ബ്രൗൺ ആ ഒരു ഷെയ്ഡ്.
കാണുന്നുണ്ടോ? ചെറുതായി ലൈറ്റായിട്ട് ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഷാഡോ പരിപാടിയും കഴിഞ്ഞു. വേറെ അറ്റകുറ്റപ്പണിയൊന്നുമില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് പെട്ടി. ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ മതി. കുറച്ച് ഒത്തിരി വൈബ്രൻറ്റ് കളേഴ്സ് ഒന്നും വേണ്ട. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. മെബിലിൻ സെൻസേഷൻ്റെ 11 മെയ്ഡ് ഈസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. 11 സീരീസ് നമ്പർ 11 ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഡെയിലി വെയർ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്ക്. ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്ത് ലിപ്സ്റ്റിക്കും ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും എന്ത് മാറ്റ് ആണെങ്കിലും ഓയിലി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് പോകും. എന്നാലും ഇത് അത്യാവശ്യം കൊള്ളാം. നല്ല ഷെയ്ഡല്ല, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. കുറേ ഇത് ഞാൻ പിന്നെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. മുഖത്തിന് അറ്റകുറ്റപ്പരിപാടി ഒന്നുമില്ല. മുടി പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മതി, വെയിലല്ലേ, അപ്പം അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. എന്തായാലും മറന്നോ? സെറ്റിംഗ് സ്പ്രേ. ഈ മേക്കപ്പ് ഒക്കെ ഈ വെയിൽ തൊലിച്ച് പോകാതിരിക്കാൻ എന്ന് വെച്ചാൽ എന്തായാലും പോകും. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു പരിധിക്ക് പോകാനായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഇട്ട് കൊടുക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ്. കുറച്ച് ദൂരത്തിൽ വെച്ചിട്ട് അടിക്കുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഫ്രേഗ്രൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ല്. ഭയങ്കര ഒരു കുത്തി കയറുന്ന കൂടി ഭയങ്കര ഒരു സ്മെല്ലാണ്. പക്ഷേ എപ്പോഴും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഇതേപോലെ പുറത്ത് പോകണം, നല്ല വെയിലൊക്കെയാണ്, മേക്കപ്പ് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ഇട്ടല്ലേ, അപ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ സ്പ്രേ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചുമ്മാ ഒരു കാര്യമില്ല. ഇത് ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ പുറത്തെടുത്ത് വെക്കും. എന്നാലും ഇരിക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ റെഡി ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക്, ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.